കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നടപടി വിവാദത്തിൽ. ഇടതുപക്ഷ സംഘടനകളെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയതിന് പിന്നിലും ഇടത് അധ്യാപക നേതാവായിരുന്ന അനിൽകുമാറിന്റെ ഇടപെടലെന്നാണ് വിമർശനം. കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചുകൊണ്ട് രജിസ്ട്രാർ നടത്തിയ ഇടപെടലിനെതിരെ സർവകലാശാല വൈസ് ചാൻസലർക്കും ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഗവർണർ പങ്കെടുക്കേണ്ട പരിപാടി എങ്ങനെ ഏറ്റവും നന്നായി നടത്തി തീർക്കണമെന്ന് തീരുമാനിക്കേണ്ടയാൾ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നു, അതിൻ്റെ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു. ഇപ്പോൾ കാര്യം പിടികിട്ടുന്നു, ഇടത് അധ്യാപക നേതാവായിരുന്ന ഒരാളാണ് രജിസ്ട്രാർ എന്ന്. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ തടസ്സം സൃഷ്ടിച്ച സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഇടത് അധ്യാപക സംഘടനയുടെ നേതാവായിരുന്ന ആൾ. ഇടതുപക്ഷ സംഘടനകളെ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ ഇറക്കിയതിന് പിന്നിൽ ഇദ്ദേഹം ആണെന്നാണ് വിമർശനം ഉയരുന്നത്. ഇടപെട്ടു എന്ന് വിമർശനമുയരുന്നു. രജിസ്ട്രാർ നടത്തിയ ഇടപെടലിനെതിരെ സെനറ്റ് അംഗങ്ങൾ VCക്കും ഗവർണർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ ചടങ്ങ്, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ്, അത് ഏറ്റവും നന്നായി പര്യവസാനിപ്പിക്കാൻ ഇടപെടേണ്ടയാൾ അത് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു. സെനറ്റ് അംഗങ്ങൾ എന്താണ് പറയുന്നത്? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ സെനറ്റ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ KS അനിൽകുമാർ അവിടേക്ക് എത്തുകയും തുടർന്നുണ്ടാകുന്ന വിഷയങ്ങളെല്ലാം, സംഭവങ്ങളെല്ലാം ഈ പരിപാടി തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് KS അനിൽകുമാറിന്റെ നടപടികൾ ചേർന്നു. ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയും ചെയ്തു. ഗവർണർ പങ്കെടുക്കാനിരിക്കുന്ന പരിപാടിയായിരുന്നു. ചട്ടപ്രകാരം ആ ഗവർണർ പങ്കെടുക്കാനിരിക്കുന്ന പരിപാടിക്ക് അവസരമൊരുക്കി കൊടുക്കുക എന്നതാണ്, അല്ലെങ്കിൽ ആ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ചട്ടപ്രകാരം സർവകലാശാല രജിസ്ട്രാർ നടത്തേണ്ടത്. അതായത് ഗവർണർ എന്ന് പറയുന്നത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. ആ ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കുമ്പോൾ പങ്കെടുക്കുന്ന പരിപാടിക്ക് അവസരമൊരുക്കേണ്ടതായിരുന്നു. എന്നാൽ ആ പരിപാടി അവിടെ നിന്നും അതായത് ആ പരിപാടി തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് ഈ രജിസ്ട്രാറുടെ ഭാഗത്ത് ഉണ്ടായത്. വലിയ രീതിയിൽ ഇത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഈ പരിപാടിക്ക് ശേഷം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിപാടി നിർത്തിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെനറ്റ് ഹാളിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു. എത്തി സംഘാടകരുമായി സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ഭാരതമാതാവിന്റെ ചിത്രം വെച്ചു എന്നതുകൊണ്ട്, ആ ചിത്രം വെച്ചു എന്ന കാരണം കൊണ്ടാണ് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എത്തിയത്. എന്നാൽ 65,000 രൂപ അടച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘാടകർ അവിടെ സംഘടിപ്പിക്കുന്നത്. സംഘടിപ്പിക്കുമ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്തം ആ സംഘാടകർ കാണുന്നിരിക്കെ സർവകലാശാല രജിസ്ട്രാർ അനാവശ്യമായ സ്ഥലത്തേക്ക് എത്തുകയും പരിപാടിയെ തടസ്സം. ശ്രീ പത്മനാഭ സേവാ സമിതി അവരാണല്ലോ പരിപാടി നടത്തിയത്. പരിപാടി സംഘടിപ്പിക്കാൻ പണമടയ്ക്കുന്നു, അനുമതി വാങ്ങുന്നു. ആ പരിപാടി എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ സംഘാടകരാണ്, അനുമതി വാങ്ങിയവരാണ്. അനുമതി നൽകിയിട്ട് അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു എന്ന കാരണത്താൽ ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല, അതിനെ തടയുന്നു, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, SFIക്കാർ പുറത്ത് സംഘടിക്കുന്നു. അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് രജിസ്ട്രാറും. അവിടെയാണ് പ്രശ്നം, അല്ലേ? തീർച്ചയായും രജിസ്ട്രാറുടെ ഇടപെടൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു. രജിസ്ട്രാർ ആ സംഭവ സ്ഥലത്ത് നിന്ന് നിൽക്കുന്ന സമയത്താണ് സെനറ്റ് ഹാളിനുള്ളിൽ മുൻ
മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള പ്രമുഖർ ആ വേദിയിലുള്ള സമയത്താണ് ആ സെനറ്റ് ഹാളിനുള്ളിലേക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ തള്ളിക്കയറുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തത്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകാൻ കാരണം രജിസ്ട്രാർ അവിടെ എത്തി ഈ പരിപാടി നിർത്തിവെക്കണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന അതിനിടയിലാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കൂടി അവിടെ ഉണ്ടാകേണ്ടത്. അവിടെ എത്തിയ പ്രമുഖരായ വ്യക്തികൾക്ക് പോലും സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വവും രജിസ്ട്രാർ സർവകലാശാല എന്ന നിലയിൽ ആ രജിസ്ട്രാർക്കുള്ളതാണ്. മാത്രമല്ല അത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ സംഘർഷഭരിതമായിട്ടൊരു സാഹചര്യം നിലനിർത്തുകയാണെങ്കിൽ ആ സംഘർഷഭരിതമായ സാഹചര്യത്തെ പരിഹരിക്കുവാനുള്ള അല്ലെങ്കിൽ ആ സാഹചര്യത്തെ അവിടെ നിന്നും തരണം ചെയ്യുവാനുള്ള തരത്തിലുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ട വ്യക്തിയാണ് രജിസ്ട്രാർ എന്നിരിക്കെ ആ സ്ഥലത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ സംഘർഷമാക്കുന്ന രീതിയിൽ സങ്കീർണമാക്കുന്ന രീതിയിലേക്കുള്ള നടപടികളിലെല്ലാം ചെന്നെത്തിയതിന് കാരണം ഈ രജിസ്ട്രാറുടെ നടപടിയാണെന്ന് അടക്കമുള്ള വിമർശനങ്ങളുമുണ്ട്. കോഡ് ഓഫ് കോണ്ടാക്റ്റിന്റെ നഗ്നമായ ലംഘനം രജിസ്ട്രാറുടെ ഭാഗത്തുണ്ടായി എന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിമർശിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രജിസ്ട്രാർ അവിടെ നടത്തിയ സെനറ്റ് ഹാളിനുള്ളിൽ നടത്തിയ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്കും ഗവർണർക്കും അടക്കം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. നഗ്നമായ ലംഘനം, ചട്ടങ്ങളിലും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മാധ്യമങ്ങളുമായി സമ്മതിക്കുകയും ഗവർണർ പങ്കെടുക്കാൻ ഇരിക്കുന്ന പരിപാടി ആ പരിപാടിയിലെ പ്രോട്ടോകോൾ അടക്കം ലംഘിക്കുന്ന രീതിയിലടക്കം ഈ രജിസ്ട്രാറുടെ നടപടികൾ ചെന്നെത്തിയെന്നാണ് ഈ വിമർശനങ്ങളായി വരുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാകണം. ഇടതുപക്ഷത്തെയും അതോടൊപ്പം ധൈര്യത്തോടെ വന്ന് പരിപാടി അവസാനിപ്പിക്കണം, അതിനെ തടയുന്നു, ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കണമെങ്കിൽ അത് രജിസ്ട്രാറുടെ മാത്രം തീരുമാനമായിരിക്കുമോ? ഇത്ര ധൈര്യത്തോടെ വന്ന് ഇതൊക്കെ പറയാൻ പിന്നിൽ ആളുണ്ടാകില്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും ഇത് ഇടതുപക്ഷ CPM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളടക്കം തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാറുടെ ഈ നടപടി എന്നാണ് ഏറ്റവും വിമർശനമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ ഈ തുടരാം. അതിനു മുൻപ് സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ PS ഗോപകുമാർ, ഇന്നലെ അവിടെ സംഭവിച്ചത് രജിസ്ട്രാറുടെ ഇടപെടൽ ഇതൊക്കെയും എങ്ങനെ ഉണ്ടായെന്നാണ്? ഇന്നലെ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലുണ്ടായ പ്രതിഷേധം വളരെ ഖേദകരമായി പോയി എന്ന് ആദ്യമേ പറയട്ടെ. ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന സന്നദ്ധ സംഘടനയുടെ പേരിലാണ് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കുന്ന ചടങ്ങ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ചത്. അപ്പൊ അവിടെ ഈ പരിപാടിയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ സംഘാടകര് രേഖാമൂലം കേരള സർവകലാശാലയ്ക്ക് കത്ത് നൽകുകയും ആ കത്ത് പരിശോധിച്ച് ചില യൂണിവേഴ്സിറ്റിയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അവർക്ക് വാടകയ്ക്ക് നൽകുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 3 തവണയായിട്ട് അവർ 65,000 രൂപയാണ് കേരള സർവകലാശാലയുടെ ഈ സെനറ്റ് ഹാള് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ടുള്ളത്. 53,000 രൂപ വാടക അടച്ചു. അതിനുശേഷം ക്ലീനിങ് ചാർജ് എന്നുള്ള നിലയിൽ 2,000 രൂപ പ്രത്യേകം അടച്ചു. റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള സെക്യൂരിറ്റി ആയിട്ട് 10,000 രൂപയും അടച്ചു. ഇത് അവരുടെ ലെറ്റർ പാഡിലാണ് അവർ ഈ സർവകലാശാല രജിസ്ട്രാർക്ക് കത്ത് കൊടുത്തത്. കത്ത് പരിശോധിച്ചതിന് ശേഷം അവർക്ക് ഇത് അനുവദിക്കാം എന്നുള്ള നിലയിലാണ് ഈ ഹാള് വിട്ടു നൽകിയത്. ഇന്നലെ 5 മണിക്ക് ശേഷം സർവകലാശാലയുടെ സെനറ്റ് ഹാള് സംഘാടകർക്ക് വിട്ടു നൽകുകയും അവര് ഈ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ആ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ആ വ്യവസ്ഥ എന്നുള്ള നിലയിൽ സർവകലാശാല രജിസ്ട്രാർ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് കൊടുത്ത 2 കാര്യങ്ങൾ, പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ആ വ്യവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗങ്ങൾ പാടില്ല. അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കൊടികളോ അടയാളങ്ങളോ പാടില്ല. രണ്ടാമത് പറയുന്നത് മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഇങ്ങനെ 2 കണ്ടീഷനാണ് ഈ സംഘാടകർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഇത് ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാക്കേണ്ടതല്ല. ഇത് മതപരമല്ല, രാഷ്ട്രീയപരവുമല്ല. പക്ഷേ വിഷയം നേരത്തെ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതായത് അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകളാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഷയമെന്ന് അവർ അവതരിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. മതപരവും രാഷ്ട്രീയപരവും അല്ലാത്തതിനെ ചോദ്യം ചെയ്യാൻ രജിസ്ട്രാർക്ക് എന്താണ് അവകാശം? തീർച്ചയായിട്ടും അത് തന്നെ. അവർ ലെറ്റർ പാഡിൽ തന്നെ മതപരം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മതചിഹ്നം ഉണ്ട്. ഹൈന്ദവ ആരാധനാബിംബമായ ശ്രീ പത്മനാഭ സ്വാമിയുടെ
ചിഹ്നം അടയാളപ്പെടുത്തിയിട്ടുള്ള ലെറ്റർ പാഡിലാണ് സർവകലാശാലയ്ക്ക് അവർ ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മതപരമായ എന്തെങ്കിലും ഇടപെടൽ അവിടെ ഉണ്ടാകും എന്നും ഉണ്ടാകില്ല എന്നവർ കരുതിയിട്ടില്ല. പക്ഷെ അനന്തപത്മനാഭസ്വാമിയുടെ പേരിലുള്ള ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല. പക്ഷെ ആ സന്നദ്ധ സംഘടനയുടെ പേരിൽ മതപരമായ ബിംബമുണ്ട്. അപ്പൊ അതല്ല അവരെ ചൊടിപ്പിച്ചതെന്ന് വ്യക്തം. ആ ലെറ്റർ കൊടുത്തിരിക്കുന്ന കത്തിന്റെ പകർപ്പില് ഞാൻ കണ്ടതാണ്. ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ലെറ്റർ പാഡില് അനന്തപത്മനാഭസ്വാമിയുടെ ചിഹ്നം കുത്തിയിട്ടുണ്ട്. അപ്പം മതപരമായ അടയാളം അത് ഒരുപക്ഷെ ലെറ്റർ പാഡിലുണ്ടെങ്കിൽ ആ സംഘാടകരുടെ ബാനറിലും അത് ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ ഇന്നലത്തെ പരിപാടിയിൽ നടന്നത് പ്രധാനമായിട്ടും 2 പരിപാടികളാണ്. ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ സംഘാടകർ സംഘടിപ്പിച്ച പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, അടിയന്തരാവസ്ഥയ്ക്ക്, കാരണം ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനത്തിന്റെ ജീവിക്കുന്ന ഇരകളായിട്ടുള്ള കുറെ ആളുകൾ അടിയന്തരാവസ്ഥ കാലത്ത് കൊടിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമായിട്ടുള്ള 2ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുടെ പോരാളികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഒന്നാമത് സംഘടിപ്പിച്ചത്. രണ്ടാമത്തത്, ഈ പോരാട്ട ചരിത്രം പുതുതലമുറകളിൽ നിന്ന് അന്യമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ കാഭ സുരേന്ദ്രൻ ജി രചിച്ച ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു. ഇത് രണ്ടും ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കടമകളാണെന്ന് ഈ സംഘാടകർക്കും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. സർവകലാശാലയ്ക്കും അത് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ 5 മണിക്ക് ശേഷം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയും ബഹുമാനപ്പെട്ട ചാൻസലർ കൂടിയായ ഗവർണറെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ സംഘാടകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സർവകലാശാലയുടെ രജിസ്ട്രാർ അവിടേക്ക് വന്ന് ഈ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഈ വേദി കൈയടക്കുകയായിരുന്നു. അദ്ദേഹം വേദി കൈയടക്കിയതിനു ശേഷം ഈ പരിപാടിക്ക് ഞാൻ അനുമതി നിഷേധിക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാനടക്കമുള്ള എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗവും ഞാനും സെനറ്റ് അംഗങ്ങളും സംഘാടകർ അദ്ദേഹത്തോട് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും ഇത് അനുവദനീയമല്ല, മതചിഹ്നങ്ങൾ പാടില്ല. യഥാർത്ഥത്തിൽ മതചിഹ്നങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല. മതചിഹ്നം എന്ന് അദ്ദേഹത്തെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം ആ വേദിയിലെ സംഘാടകർ സ്ഥാപിച്ച ഭാരതമാതാവിന്റെ ചിത്രമാണ്. ഭാരതമാതാവിന്റെ ചിത്രം ഒരു മതബിംബമല്ല, അതൊരു സാംസ്കാരിക ചിഹ്നമാണ്. ഭാരതത്തിന്റെ സാംസ്കാരിക തനിമയുടെ ഭാഗമായിട്ടുള്ളത് ഒന്നാണെന്ന് സമീപകാലത്ത് മധ്യപ്രദേശ് ഹൈക്കോടതി അടക്കം ഭാരതമാതാവിന് ജയ് വിളിക്കുന്നതും ഭാരതാംബയെ പൂജിക്കുന്നതും ദേശവിരുദ്ധമല്ല, അല്ലെങ്കിൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ല, ഭരണഘടനയുമായി ഒത്തുചേർന്ന് പോകുന്നതാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കാര്യം ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് കേൾക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതേ സമയത്ത് തന്നെ SFIയുടെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സർവകലാശാലയിലെ ഇടതുപക്ഷത്തിന്റെ CPM അനുഭാവികളായ അല്ലെങ്കിൽ CPM നോമിനികളായിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്ത് ഈ പരിപാടിക്കെതിരായിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ഇളക്കി വിടുന്നുണ്ടായിരുന്നു. അപ്പൊ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ SFIയുടെയും തിട്ടൂരത്തിന് വിധേയപ്പെട്ടിട്ടാണ് സർവകലാശാലയുടെ ഇവരെയൊക്കെ ഇത് അറിയിച്ചതും ഇവർക്ക് പുറത്തഴിഞ്ഞാടാൻ അവസരമൊരുക്കിയതും രജിസ്ട്രാറുടെ മൗനസമ്മതമായിരുന്നു. രജിസ്ട്രാറുടെ മൗനസമ്മതം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങൾ, ഇടതുപക്ഷത്തിന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഒത്തുചേർന്ന് അവർ വളരെ ആസൂത്രിതമായിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. ഈ പരിപാടി തകർക്കണം, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണ ചടങ്ങ് അലങ്കോലപ്പെടുത്തണം അത് എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടി അവർ മുൻകൂട്ടി അവിടെ വന്നിട്ടുള്ളതാണ്. അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗം ചേർന്ന് ഈ പരിപാടിക്ക് അനുമതി നിഷേധിക്കാൻ തീരുമാനമെടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഞാനടക്കം 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു യോഗം ചേർന്നിട്ടുമില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത സാഹചര്യത്തിൽ സിൻഡിക്കേറ്റിന്റെ പേരിൽ തീരുമാനമെടുത്തു എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തറിയുകയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് SFIക്കാരായ വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടുകയും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തത്. അവരുടെ വക്താവായിട്ടാണ് രജിസ്ട്രാർ ഈ പരിപാടിയുടെ നിരോധനം പ്രഖ്യാപിച്ചുകൊണ്ട് വേദി കൈയടക്കി മുന്നോട്ട് വന്നത്. അദ്ദേഹം മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കാനൊന്നും അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനെയല്ല, സർവകലാശാലയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതിനു മുൻപ് രജിസ്ട്രാർക്ക് മുകളിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഉണ്ട്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചാൻസലർ ഉണ്ട്. ഈ കേരളത്തിലെ മുഴുവൻ സംസ്ഥാന സർവകലാശാലകളുടെയും ചാൻസലറാണ് ഗവർണർ. അത്രയും ഉന്നത അധികാരത്തിലുള്ള പരമാധികാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഒരു രജിസ്ട്രാർ ആ വേദി കൈയടക്കി രംഗത്ത് വരണമെങ്കിൽ രജിസ്ട്രാറുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഈ സമരത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അടിയന്തരാവസ്ഥ കാലത്ത് അല്ല, ഞാൻ അതല്ലേ ചോദിച്ചത്. ഈ രജിസ്ട്രാർ KS അനിൽകുമാർ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പ്രകടമായ രാഷ്ട്രീയ പശ്ചാത്തലം എനിക്ക് വ്യക്തമല്ല. അദ്ദേഹം ഒരുപക്ഷെ ഈ സിൻഡിക്കേറ്റിന്റെ ഭീഷണിക്കോ സമ്മർദ്ദങ്ങൾക്കോ വശമതനായിട്ടുള്ളതാകാം. അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇടതുപക്ഷ പൊളിറ്റിക്കൽ ചിന്താഗതിയുള്ള ആളായിരിക്കാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തായാലും അദ്ദേഹം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെയും തിട്ടൂരത്തിന് വശംവദനായിട്ടാണ് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. SFIയുടെ സമരം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ KSUക്കാരും ഇന്നലെ സമരത്തിനിറങ്ങി. അവര് ഒരുപക്ഷെ ഈ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും തീക്ഷ്ണമായ ആ അനുഭവങ്ങൾ പുറം ലോകത്ത് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കാം അവർ സമരരംഗത്ത് വന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ശ്രീ PS ഗോപകുമാർ, ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ട് പോക്ക്? പരാതി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചാൻസലറുടെ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച രജിസ്ട്രാർക്കെതിരെ പരാതിയുമായിട്ട് ഞങ്ങൾ പോകും. ബഹുമാനപ്പെട്ട VCക്കും അത് വൈസ് ചാൻസലർക്കും അതുപോലെ തന്നെ ചാൻസലർക്കും ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും രേഖാമൂലം പരാതി നൽകും. ഇത് സംബന്ധിച്ച് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച് ഈ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച രജിസ്ട്രാർക്കെതിരെ നടപടിയുണ്ടാകണം. മാത്രമല്ല, അദ്ദേഹം സർവീസ് ചട്ടങ്ങളിൽ ലംഘിച്ചു. സർക്കാരിനും ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കാരണം സർവകലാശാലയുടെ രജിസ്ട്രാർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കാനോ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനോ ഈ പരിപാടിയിൽ രാഷ്ട്രീയ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അധികാരമുള്ളയാളല്ല, അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പ്രതികരിച്ച അതിനെതിരായി ഞങ്ങൾ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചും നടപടികളുമായിട്ട് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ SFIക്കാർ ചാൻസലറെ, അതായത് ഗവർണറെ വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധിക്കുന്നു, തടയാൻ ശ്രമിക്കുന്നു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്നു. അതിനുശേഷം സംഭവിച്ചത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ശ്രീ PS ഗോപകുമാർ, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ഈ ഗവർണറെ തടയാൻ ശ്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ ഇവരെയൊക്കെ വാഹനത്തിനകത്ത് കയറ്റിയ ശേഷം ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് അവരൊക്കെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടുകയാണ്. അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് നടക്കുകയാണ്. ശ്രീ PS ഗോപകുമാർ, അല്ല, ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ പോലീസിന്റെ ഒത്താശയോടുകൂടി സമരം നടക്കുന്നത് കേരളത്തിൽ ഇത് ആദ്യമല്ല. മുൻ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്വൈര സഞ്ചാരത്തിന് തടസ്സമാകുന്ന തരത്തിൽ SFIക്ക് സംസ്ഥാനത്തുടനീളം അക്രമ സമരം അഴിച്ചുവിടാൻ ഇടവരുത്തിയത് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അദ്ദേഹം അതിന് തെരുവിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യമുണ്ടായി. നമുക്കറിയാമല്ലോ, ആയൂരിലെ പോലീസിന്റെ ഒത്താശയോടുകൂടി, അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് വസതിയിലേക്കുള്ള യാത്രാമധ്യം ഒക്കെ ഇദ്ദേഹത്തിന്റെ യാത്രാ വഴികൾ സംബന്ധിച്ച് കൃത്യമായിട്ട് SFIക്ക് അറിവ് കൊടുക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ ഒത്താശയോടുകൂടി അദ്ദേഹത്തിന്റെ സ്വൈരസഞ്ചാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അക്രമ സമരം അഴിച്ചുവിട്ടു. അതിനെതിരായിട്ട് കേരളത്തിന്റെ പോലീസിനെതിരായിട്ട് കേരളത്തിന്റെ തെരുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർക്ക് എല്ലാ സേനകളുടെയും കേരളത്തിലെ മുഴുവൻ ഭരണത്തിന്റെ തലവനായിട്ടുള്ള ഗവർണർക്ക് തെരുവിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യമുണ്ടായി. അപ്പൊ ഇപ്പോ ഇതൊരു പുതിയ അനുഭവമല്ല. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഈ പറയുന്ന രാജ്ഭവൻ ഗവർണർക്ക് പോലും സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറി പോലീസിന്റെ മുഴുവൻ സേവനവും SFIക്കാർക്ക്, അക്രമികൾക്ക് അഴിഞ്ഞാടാടുന്ന അവസരം ഒരുക്കി കൊടുത്തു എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നന്ദി ശ്രീ PS ഗോപകുമാർ. ഈ വിഷയം കൂടി അങ്ങ് ഉയർത്തിക്കാട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര ലാഘവ സമീപനമാണ് ഗവർണറെ തടയുന്ന, ആക്രോശിക്കുന്ന, വെല്ലുവിളിക്കുന്ന SFIക്കാർക്കെതിരെ പോലീസ് നടത്തുന്നത് എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഈ കാണുന്നത് എന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത SFIക്കാർക്കെതിരെ കേസെടുത്തു എന്നാണ്. കൃഷ്ണരാജ്, കണ്ടോൺമെന്റ് പോലീസ് ഇപ്പോൾ കേസെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്. കണ്ടോൺമെന്റ് പോലീസ് ഇന്നലെ സെനറ്റ് ഹാളിൽ നടന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത കേസാണെന്നാണ്
ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയെല്ലാമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും സെനറ്റ് ഹാളിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഗവർണറെ തടയുന്ന രീതിയിലേക്ക് എത്തുകയും അത് സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് സെനറ്റ് ഹാളും പരിസരവും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി പരിസരമടക്കം മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു. വളരെ പ്രകോപനപരമായിട്ടായിരുന്നു പ്രവർത്തകർ ഈ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയും അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ പരിസരമെല്ലാം സംഘർഷഭരിതമാക്കി തീർക്കുകയും ഗവർണറുടെ മുമ്പിലേക്ക് വാഹനത്തിലേക്ക് അടക്കം എടുത്തുചാടാൻ ശ്രമിക്കുന്ന നിലയിലേക്കെല്ലാം സംഘർഷം ചെന്നെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വളരെ പണിപ്പെട്ട ഈ SFI DYFI പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും പിന്നീട് തുടർന്ന് ഇതേ പോലീസ് തന്നെ ആ വാഹനത്തിൽ നിന്നും ഇവരെ തുറന്നു വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കേസെടുക്കുക എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതും കണ്ടോൺമെന്റ് പോലീസാണ് ഈ വിഷയത്തിൽ ഇന്നലെ നടന്ന സർവകലാശാലയിൽ നടന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട അതിൽ ഒരു കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് എന്ന നിലയിൽ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിൽ ഒരു കേസ് എടുത്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടിരുന്നു. അതായത് പോലീസ് തന്നെ ഈ പോലീസ് വാഹനത്തിൽ കയറ്റിയ പ്രതികളെ അല്ലെങ്കിൽ DYFI പ്രവർത്തകരെ അവിടെ നിന്ന് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് അവരുടെ ഭീഷണിയെ വഴങ്ങിക്കൊണ്ട് അതിൻ്റെ വാതിൽ തുറന്നുകൊണ്ട്, അതായത് പോലീസ് വാഹനത്തിൻ്റെ വാതിൽ ഡോർ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിടുന്ന ദൃശ്യങ്ങൾ നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. ഇതൊക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഇടയാക്കുകയും പോലീസിൻ്റെ നടപടി ഒട്ടേറെ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയിൽ കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്ന നടപടിയിലേക്ക് പോലീസ് ചെന്നെത്തിയിരിക്കുന്നത്. പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. കൃഷ്ണരാജ്, ഞാൻ പ്രശാന്ത് തുടരണം. ശ്രീ കാഭ സുരേന്ദ്രൻ, കുരുക്ഷേത്ര പ്രകാശൻ MD ഒപ്പം ചേരുന്നു. ശ്രീ കാഭ സുരേന്ദ്രൻ, ഇന്നലെ സംഭവിച്ചത് എല്ലാവരും കണ്ടതാണ്. പണം അടച്ച് അനുമതി വാങ്ങി നടത്തിയ പരിപാടിയിൽ എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് സംഘാടകരാണ്. അതിന് പോലീസ് വരുന്നു, രജിസ്ട്രാർ വരുന്നു, പുറത്ത് SFIക്കാർ പ്രതിഷേധമുണ്ടാക്കുന്നു, ഗവർണറെ തടയാൻ ശ്രമിക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് പണമടച്ച് അനുമതി വാങ്ങിയവർക്ക് ചെയ്യാൻ അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാണ്? അതെ, അത് ശരിക്ക് ഇന്നലത്തെ പ്രശ്നം ഉണ്ടാക്കിയത് രജിസ്ട്രാറിന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ്. അദ്ദേഹം വിളിച്ചു വരുത്തിയതാണ് SFIക്കാരെയും അദ്ദേഹത്തിന്റെ മറ്റാൾക്കാരെയും വിളിച്ചു വരുത്തി കാണിച്ച് പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണത്. ഒന്ന്. രണ്ടാമത്, ഇത് സർവകലാശാലയുടെ പരിപാടിയോ ഗവർണറുടെ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളോ അല്ല. മറ്റുള്ള പരിപാടികളിൽ ഗവർണറോ അല്ല ആരെങ്കിലും പങ്കെടുക്കുമ്പോൾ ആ പരിപാടിയിൽ എന്ത് വയ്ക്കണം എന്ത് വയ്ക്കണ്ട എന്നൊക്കെ സംഘാടകരല്ലേ തീരുമാനിക്കുന്നത്. ഇവര് ജനാധിപത്യത്തെ കുറിച്ച് ആവിഷ്കാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ പരിപാടിയിൽ എന്ത് വയ്ക്കണം എങ്ങനെയാണ് അവർ തീരുമാനിക്കുന്നത്? അദ്ദേഹം ഈ രജിസ്ട്രാർ എന്ന് പറയുന്നതാണ് പറഞ്ഞത് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ്. ഭാരതമാതാവ് എപ്പോഴാണ് മതചിഹ്നമായി ഈ രജിസ്ട്രാർക്ക് തോന്നിയത്? അയാൾ എവിടുന്ന് പഠിച്ചതാണ് ഈ വിവരം എന്നറിയാൻ ആഗ്രഹമുണ്ട്. ഭാരതമാതാവ് എന്ന സങ്കല്പം മതചിഹ്നമാണെങ്കിൽ ഭാരതം തന്നെ മതചിഹ്നമായി മാറുമല്ലോ. കാരണം ഭാരതം എന്ന പേര് വന്നത് ഭരതൻ എന്ന ഇതിഹാസ പുരാണ കഥാപാത്രത്തിൽ നിന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഭാരതം പേര് കെട്ടേണ്ടി വരുമല്ലോ ഭരണഘടനയിൽ നിന്ന്. ഭരണഘടന തന്നെ ഇവർ കത്തിക്കേണ്ടി വരുമല്ലോ. കാരണം ഭരണഘടനയിൽ ശ്രീരാമന്റെ ചിത്രവും ശ്രീകൃഷ്ണന്റെ ചിത്രവും ബുദ്ധന്റെ ചിത്രവും നടരാജ ശില്പത്തിന്റെ ചിത്രവും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ രജിസ്ട്രാറും മറ്റ് SFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഈ ഭരണഘടന തന്നെ അവർ കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്യേണ്ടി വരുമല്ലോ. ഇവരേത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? ഓരോരുത്തരുടെ പരിപാടി എങ്ങനെ നടത്തണം എന്ന് അവര് തീരുമാനിക്കുന്നു. ഇതിനെന്നെ ഫാസിസം എന്ന് പറയുന്നത്. അത് കൃത്യമാണ്. അതായത് ഇന്നലെ ഗവർണർ തന്നെ സൂചിപ്പിച്ചതാണ്, ഗവർണറെ പോലും മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ പോലും വിലക്കേർപ്പെടുത്താൻ ഇതെന്താ, ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്ക് നിങ്ങൾ പോവുകയാണോ, അടിയന്തരാവസ്ഥയാണോ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ശ്രീ കാഭ സുരേന്ദ്രൻ, ഈ രജിസ്ട്രാറുടെ ഒത്താശ, ഇടപെടൽ, സംഘർഷമുണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന നിലപാട് ഒക്കെ നമ്മൾ കണ്ടു. പോലീസ് എന്താണ് ചെയ്തത്? പോലീസും ഇവർക്ക് ഒത്താശ ചെയ്യുകയായിരുന്നോ? അത് ചോദിക്കാനൊരു കാരണം, SFIക്കാരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റുന്നു.
സബ് ഇൻസ്പെക്ടർ ആണെന്ന് തോന്നുന്നു വന്നിട്ട്, ഏതായാലും തോളിൽ സ്റ്റാർ ഉണ്ട്, വന്നിട്ട് പറയുന്നു അവരെ ഇറക്കി വിട്ടേക്കൂ എന്ന് പറയുകയാണ്. അവരുടെ തന്നെ പ്രതിഷേധത്തെ തുടർന്ന് അവരെ ഇറക്കി വിടുകയാണ്. അതായത് ഇത്ര ഗൗരവമേറിയ ഒരു വിഷയത്തിൽ പോലും ലാഘവ സമീപനം കാണിക്കുന്ന പോലീസ് ഇന്നലെ എന്താണ് ചെയ്തത്? പോലീസും ഈ പറയുന്ന രജിസ്ട്രാറും തമ്മിൽ ഉള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് SFIക്കാരെ അതേ KSUക്കാരെയും ഈ പരിപാടി കലക്കാൻ ഹാളിനകത്തേക്ക് കയറ്റി വിട്ടു. കേസിന്റെ 5 പേര് സ്റ്റേജിന്റെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഒരു SI വന്നിട്ട് KSUക്കാരായ 5 പേരോട് സംസാരിക്കുന്നത് കണ്ടു, രഹസ്യമായി സംസാരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞാണ് അവിടെ അവരെ ബഹളം കൂട്ടുകയും അവരെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയും പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്തു. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ACP അതിലുണ്ടെന്ന് പറയുന്നു ഈ ഗൂഢാലോചനയിൽ. ഏതായാലും പോലീസും രജിസ്ട്രാറും 2 പേരും കൂട്ടരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഒരു ഫലമാണ് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ അവർ ശ്രമിച്ചത്. കാരണം ഇത് അല്ലെങ്കിൽ എങ്ങനെയാണ് SFIക്കാർ അറിയുന്നത്? ഈ ഓഡിറ്റോറിയത്തിൽ SFIക്കാരും ഇല്ലായിരുന്നല്ലോ. പോലീസുകാരും അതിനുള്ളിലെ കാര്യങ്ങൾ എന്താണെന്ന് അന്നേരം നോക്കിയിരുന്നില്ല. രജിസ്ട്രാർ അവിടെ വരുന്നത് എങ്ങനെയാണ് ഒരു പരിപാടി നടക്കുന്ന വേദിയിൽ രജിസ്ട്രാർ വന്നത് തടയുന്നത് എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം വന്ന് അവിടെ എല്ലാം നോക്കി പോലീസിനും SFIക്കാർക്കും KSUക്കാർക്കും വിളിച്ചറിയിച്ച് അവരെ വിളിച്ചു വരുത്തിയതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ രജിസ്ട്രാറും ചേർന്ന്. അപ്പൊ അത് രണ്ടും നിയമവിരുദ്ധമാണ്. അദ്ദേഹം വേദിയിൽ വന്ന് പരിപാടി തടയാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല രജിസ്ട്രാർക്ക്. പോലീസ് എങ്ങനെയാണ് വന്ന്, അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പടം എടുത്തിട്ടുണ്ട്, ഈ 4-5 പേരുടെ പടം എടുത്തിട്ടുണ്ട്. പക്ഷെ SIയുടെ മുഖം എനിക്ക് ഫോട്ടോയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ നേരിട്ട് എന്റെ തൊട്ടടുത്ത് നിന്ന് വന്നിട്ടാണ് KSUക്കാരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞാണ് അത് തിരിച്ചറിഞ്ഞപ്പോൾ അവര് പുറത്തു പോകാൻ പറയുമ്പോഴാണ് അവർ ബഹളം ഉണ്ടാക്കുകയും ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. അപ്പൊ പോലീസും രജിസ്ട്രാറും SFIയും KSUവും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. പരിപാടി അലങ്കോലപ്പെടുത്താനും ആൾക്കാരെ ഉപദ്രവിക്കാനും നേതാക്കളെ ആക്രമിക്കാനും ഉള്ള ശ്രമം അവർ ഗൂഢാലോചന നടത്തിയിട്ടുള്ള കാര്യം ഉറപ്പാണ്. നിയമവിരുദ്ധമാണ് ഇവര് ചെയ്ത കാര്യങ്ങൾ. ഇവര് ശരിക്കും കേരളത്തിൽ അടിയന്തരാവസ്ഥ ഇന്നലെയുടെ പിൻഗാമിയായിട്ട് ഹിറ്റ്ലറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്ന് കണക്കാക്കേണ്ടി വരും. കേരളത്തിൽ ഒരു ഹിറ്റ്ലർ ഭരണം നടക്കുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. അത് രേഖാമൂലം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് അല്ലെങ്കിലാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങളോ സംഘടനകളോ വ്യക്തികളോ നടത്തുന്ന പരിപാടി ഇവർ തടയുന്നത് എങ്ങനെയാണ്? ഏത് ജനാധിപത്യത്തിന്റെ മര്യാദയുടെ അടിസ്ഥാനത്തിലാണ്? വളരെ നന്ദി ശ്രീ കാഭ സുരേന്ദ്രൻ പ്രതികരിച്ചതിന്. വീണ്ടും പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്ക്. പ്രശാന്ത്, ഇപ്പോൾ SFIക്കാർക്കും KSUക്കാർക്കുമെതിരെ കേസെടുത്തു എന്ന വാർത്ത കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. കാരണം ഇന്നലെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയവരെ വളരെ സിമ്പിളായി പുറത്തു പൊയ്ക്കോട്ടെ അവർ എന്നാണ് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ സ്വമേധയാ കേസൊക്കെ എടുക്കുന്നതിന് എത്ര ഗൗരവമുണ്ടാവുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. കൃഷ്ണരാജ്, വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഇന്നലെ ഉണ്ടായിരുന്നു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് പോലും അവിടെ വലിയ രീതിയിൽ സുരക്ഷാ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നായിരുന്നു. സംഘാടക സമിതി തന്നെ ആ സ്വാഗത പ്രസംഗത്തിൽ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ഗവർണർ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായതിന് കാരണം ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. പോലീസ് സ്വീകരിച്ച നടപടി കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഗവർണർക്ക് നേരിടേണ്ടി വന്നതെന്ന് സ്വാഗതം പറഞ്ഞ സംഘാടക സമിതി അംഗം തന്നെ പറയുകയുണ്ടായി. അതായത് നഗ്നമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരത്തിൽ പ്രവർത്തകർക്ക് സെനറ്റ് ഹാളിൽ അടക്കം കയറി, അതായത് ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിന് ഉള്ളിലേക്ക് ഗവർണർ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് സെനറ്റ് ഹാളിനുള്ളിലേക്ക് KSU പ്രവർത്തകർ തള്ളിക്കയറുകയും വലിയ രീതിയിലുള്ള സംഘർഷപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്. അത് പോലീസ് ആ സ്ഥലത്ത് നോക്കി നിൽക്കുകയാണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. സെനറ്റ് ഹാളിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇവർ നോക്കി നിൽക്കുമ്പോഴാണ് ഈ KSU പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഈ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തത്. സെനറ്റ് ഹാളിന് പുറത്തേക്ക് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരിസരം മുഴുവനും SFI DYFI പ്രവർത്തകരെ കൊണ്ട് നിറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവർ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ തടയുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും തയ്യാറായത് പോലുമില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം DYSP റാങ്കിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്തുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി പരിസരത്തുണ്ടായിരുന്നിട്ട് പോലും ഗവർണർ വരുമ്പോൾ ഗവർണർക്ക് കൃത്യമായി സുരക്ഷ ഒരുക്കണം, ഈ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യണം. SFIയുടെയും DYFIയുടെയും പ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം പ്രതിഷേധവുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നതടക്കമുള്ളവ മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്കില്ല. എന്നാൽ
സ്വമേധയാ ചെയ്യേണ്ടതിന് പകരം അവർ ആ പ്രവർത്തകരെ അവിടെ നീക്കം ചെയ്യാതെ അവിടെ പ്രതിഷേധിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പോലീസ് ചെയ്തത്. എന്നിട്ടാണ് ഇന്ന് സ്വമേധയാ കേസെടുക്കുന്ന നിലയിലേക്ക് പോലീസിന്റെ പരിഹാസ്യമായ നടപടി എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുകയും ഗവർണർ തന്നെ ഇത് ഫാസിസ്റ്റ് നടപടിയാണെന്ന് അവിടെ വേദിയിൽ തന്നെ പറയുകയും ചെയ്തു. മാത്രമല്ല അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ സമീപനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നതെന്ന് ഗവർണർ തന്നെ പ്രതിഷേധിച്ച് പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കേസെടുക്കേണ്ട നിലയിലേക്ക് ഈ പോലീസ് എത്തിച്ചേർന്നത്. കണ്ടോൺമെന്റ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം, ഇവർക്ക് സംരക്ഷണം ഒരുക്കുകയും ഇവർക്ക് പ്രതിഷേധിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും യൂണിവേഴ്സിറ്റി പരിസരത്ത് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്നുകൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് ഗവർണർ വേദിയിലേക്ക് ഗവർണർ ആ പരിസരത്തേക്ക് എത്തുമ്പോൾ യൂണിവേഴ്സിറ്റി പരിസരത്തേക്ക് എത്തുന്ന സമയത്ത് പോലും അവിടെ പ്രതിഷേധിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ ഇവിടുത്തെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം തന്നെയാണ് ഇന്ന് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും യൂണിവേഴ്സിറ്റിയുടെ പരിസരവും യൂണിവേഴ്സിറ്റിയും സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്ത നടപടി ഉണ്ടായിട്ടാണ് ഇത്തരത്തിൽ പരിഹാസ്യമായ ഒരു നടപടി എന്നതിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്രയും വലിയ രീതിയിലൊരു വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് പോലീസിന്റെ മുഖം രക്ഷിക്കൽ നടപടി എന്ന് വേണം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ. വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇന്നലെ സെനറ്റ് ഹാളിൽ ഉണ്ടായത്. ഒരു സ്വതന്ത്ര സംഘടന, ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന പരിപാടി, ആ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ടതും എന്നത് ഒരുക്കേണ്ട ഒരു പോലീസാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച അടക്കം നടത്തുകയും പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഗവർണർക്ക് ആ വേദിയിലേക്ക് എത്തിപ്പെടേണ്ട സാഹചര്യം അടക്കം ഉണ്ടാകുകയും ചെയ്തത്. ഗവർണർ പങ്കെടുക്കുന്നത് തൊട്ട് മുമ്പ് 5 മിനിറ്റ് മുമ്പ് വരെ വലിയ സംഘർഷമാണ് സെനറ്റ് ഹാളിന് മുന്നിൽ ഉണ്ടായത്, സെനറ്റ് ഹാളിനുള്ളിൽ നടന്നത്. സെനറ്റ് ഹാളിനുള്ളിലേക്ക് ഈ സംഘാടക സമിതി അംഗങ്ങളും പ്രവർത്തകരും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകരും അല്ലാതെ മറ്റൊരാൾ എത്തിക്കഴിഞ്ഞാൽ അത് ആരാണെന്ന് കണ്ടെത്താനുള്ള KSUക്കാർക്കും SFIക്കാർക്കും എതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതേ പോലീസ് ഇന്നലെ എന്താണ് ചെയ്തത് എന്നത് നമുക്ക് കാണാം. അതായത് അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിൽ കയറ്റിയ പ്രവർത്തകരെ പുറത്തിറക്കി വിടാൻ എങ്ങനെ പോലീസ് സഹായിച്ചു, അത് കണ്ട ശേഷം വരാം. അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലാക്കിയ പ്രവർത്തകരെ ഇറങ്ങിപ്പൊയ്ക്കോ എന്ന് പറയുകയാണ്. പോരെങ്കിൽ വീണ്ടും ഷോ കാണിക്കാൻ അവസരം ഒരുക്കുക കൂടിയാണ് പോലീസ് ചെയ്തത്. അതേ പോലീസാണ് സ്വമേധയാ കേസെടുക്കുന്നത്. അതിന് എത്രമാത്രം ഗൗരവമുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.